ജീവിതത്തിൽ ഒട്ടും മൂല്യങ്ങൾ പാലിക്കാത്ത സീരിയൽ കാണണ്ടെന്നും ഞാനാരോടും പറയാറില്ല, ഒക്കെ നിങ്ങളുടെ സൗകര്യം. പക്ഷെ സന്ധ്യക്ക് സീരിയൽ കാണരുത്. സായം സന്ധ്യ എന്ന് പറയുന്നത് വെളിച്ചം പോയിട്ട് ഇരുട് വരികയാണ്. ഈ സമയത്ത് 3 പേരാ നമ്മുടെ വീട്ടിൽ വരിക: ലക്ഷ്മി, സരസ്വതി, ജ്യേഷ്ഠ. ലക്ഷ്മിയും സരസ്വതിയും ഉള്ളിൽ കയറണമെങ്കിൽ നമ്മൾ ക്ഷണിക്കണം, വിളക്ക് വെച്ച് സ്വീകരിക്കണം. കള്ളനുള്ളിൽ കയറാൻ വിളക്കൊന്നും വെക്കണ്ട, അവൻ പിറകിലെ ജനാല പൊളിച്ച് കയറിക്കോളും. ജ്യേഷ്ഠ കയറുവാൻ നമ്മൾ ക്ഷണിക്കേണ്ടതില്ല. സായം സന്ധ്യയിൽ വീട്ടിലെ സീരിയലിൽ നായികയുടെ ഭർത്താവ് മരിച്ചു. നായിക നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയാണ്. ഒരടിക്ക് 5000 രൂപ അവൾക്കുണ്ട്, അതുകൊണ്ട് നമ്മൾ അടിക്കരുത്. നായിക നെഞ്ചത്തടിച്ച് നിലവിളിക്കുമ്പോൾ ആ വീട്ടുകാർ മുഴുവൻ കരയുമ്പോൾ ഒരു മരണ വീട് നമ്മുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഒരു മരിച്ച വീട്ടിൽ എത്ര ദുഃഖമുണ്ടോ അതേ ദുഃഖം ഈ സീരിയൽ കാണുന്ന കുടുംബത്തിലെ ഓരോ അംഗത്തിന്റെയും ഉള്ളിൽ വരുന്നു. ഇത് സീരിയലാണ്, ഇത് സിനിമയാണെന്നൊക്കെ നമുക്ക് അറിയാം. ആകാശദൂതൊക്കെ കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ കരഞ്ഞത് കണ്ടാൽ അറിയാം നമുക്ക്. പക്ഷേ നമ്മളതിൽ ലയിച്ചു പോകുമ്പോൾ സരസ്വതിയും ലക്ഷ്മിയും പുറത്തേക്കാണ് വെയിറ്റ് ചെയ്യുന്നു. അവിടെയാണ് ഹിന്ദുക്കളായ നമ്മളോട് പറയുന്നു, സായം സന്ധ്യ നമ്മുടെ ആചാരങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കൂ.